നമ്മളെ നിങ്ങളെ ബിനീഷ് ബാസ്റ്റിൻ നമ്മുടെ ടീം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇച്ചാപ്പിയുടെയും ഒരു ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതി. ഇപ്പോൾ കുറേ ആൾക്കാർ ഈ പറയുന്ന ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കണ്ടു ഇച്ചാപ്പിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുകയൊക്കെ ചെയ്തു. ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഫാമിലി വ്ളോഗ് പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെല്ലാം അവരെ കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ചില കള്ളങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പൊക്കിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഈ അടുത്ത സമയത്ത് ചെയ്തത് ഒരു ഫാമിലി വ്ളോഗിൻ്റെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി സംസാരിച്ച് വെറുതെ സമയം കളയുന്നൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ ഈ പറയുന്ന നമ്മുടെ ടീമിൻ്റെ ഒരു വീഡിയോനെ കുറിച്ച് സംസാരിക്കുന്നത്. അവർ അത്യാവശ്യം നല്ല കോണ്ടന്റും കാര്യങ്ങളൊക്കെയാണ്. വീട്ടുകാർക്കും എല്ലാവർക്കും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫാമിലി വ്ളോഗാണ്. പക്ഷേ ഈ ഫാമിലി വ്ളോഗിനായിട്ടാണെങ്കിൽ പോലും എല്ലാം ഒന്നും ശരിയാവണമെന്നൊന്നുമില്ല. ഈ വരുന്ന സാധനങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളി സംഭവം സെറ്റ്. ഒന്ന് നടക്കുന്നത് വേറെ, അതായത് നമ്മൾ കാണുന്നത് വേറെ, അവിടെ നടക്കുന്നത് വേറെ ആയിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു എക്സാമ്പിൾ, വലിയ സംഭവമൊന്നുമല്ല. ഇന്നലെ പച്ചക്കറി അല്ലേ വെച്ചില്ലേ? ക്യാരറ്റ് പച്ചക്കറിയിൽ പെടുവോ? ഇല്ല, ക്യാരറ്റ് കടലിലുണ്ടായതാണ്. ഓറഞ്ച്. അപ്പൊ പച്ചക്കറിയിൽ പെടൂല. പച്ചക്കറി പച്ച ഫ്രഷ് കോമഡി രാവിലെ. അപ്പൊ അവന്റെ പേര് ക്യാരറ്റ് പുഴയിലുണ്ടാവേ. പുഴ എന്താണ്? മീൻ തിളച്ചിട്ടില്ല. ചൂടാ ചൂടാ ചൂടാ. തിളച്ച് കഴിയുമ്പോൾ ഞാൻ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് നമ്മളെ നിങ്ങളെ കാശമാണ്. അതിനകത്ത് കട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് കേട്ടോ. നിങ്ങള് കട്ട് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞത് ഗ്യാസിന്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ഓവറായിട്ട് ഗ്യാസ് പോയാൽ നിങ്ങളുടെ ക്യാഷ് തന്നെ പോകുന്നെന്നുള്ള രീതിയിലാണ്. കാരണം അറിയാലോ, അവർ പഴയ ആൾക്കാരാണ്. കാരണം കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലെത്തിയവരെ കഷ്ടപ്പാട്, കാരണം അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. കഷ്ടപ്പാടിന്റെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. ആ ഒരു പോർഷൻ ആ മരുമോള് പറഞ്ഞു കേട്ടില്ലേ, കട്ട് ചെയ്ത് കളയാനാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എത്ര കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടായിരിക്കും എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ ഒരു ദിവസം 4 വെച്ചാൽ ഒറ്റയടിക്ക് അങ്ങനെ വള്ളിയും പുള്ളിയും നോക്കാറൊന്നുമില്ല. പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ റിയാക്ഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടുന്നത്. ഈ കണ്ണാടി ഒരു ബുദ്ധിമുട്ടാണ് സത്യം പറയാതെ. കണ്ണിന് നല്ല പ്രശ്നമുണ്ട്. ഒരു 6 മാസം മുമ്പ് എന്നോട് പറഞ്ഞത് വെക്കണം എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ വെച്ചിട്ടൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നു. മാറുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫാമിലി ബ്ലോഗ് പോലെ തന്നെ നമുക്കങ്ങ് സംസാരിച്ച് പോകാം ഒരു കാര്യം ഇത്. അപ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇവരെയൊക്കെ അഡിക്റ്റായി പോകുന്ന ചില ആൾക്കാരുണ്ട്. ചില വീട്ടമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും പോലും എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല. പ്രണവ് പ്രവീണിൻ്റെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവർ കാണിച്ച ഓരോ രീതികൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങളായിരുന്നു. ഓക്കെ, ഇപ്പോൾ അവർ സെറ്റിലായി. രണ്ട് തട്ടായില്ലെങ്കിൽ അവർ സെറ്റിലായിട്ടുണ്ട്. ഇപ്പം ഓരോരുത്തരും എടുത്ത് സംസാരിക്കുന്നത് വേറെ ഇച്ചിരി ഓവറായിട്ടുള്ള ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഇച്ചാപ്പിനെയാണ്. ഞാൻ ആ ഒരു വീഡിയോ വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മ എന്താ അമ്മ പറയാറ്? എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വലിയ പണിയൊന്നുമില്ല. അപ്പൊ മരുമോള് വന്നിട്ട് ചെയ്തോട്ടെന്നൊന്നുമല്ല, ഞാൻ ചെയ്യണ പണികൾ ഞാൻ ചെയ്യും. എന്റെ കുഞ്ഞിനെ എപ്പോഴും സത്യം പറഞ്ഞ ഒരുപാട് അമ്മമാർക്ക് ഇൻസ്പയർ ആക്കാവുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഇത് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അഭിനയമാണെന്നുള്ള രീതിയിലൊക്കെ. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇത് അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉള്ളിയില്ല. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്നും പോയി കാണിക്കത്തൊന്നുമില്ല. പിടിക്കാനോ കൊടുക്കാനോ ഒന്നും പോകുന്നില്ല. ഇത് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇച്ചാപ്പി ഓവറാണോ എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പുള്ളിയുടെ സംസാര രീതി എങ്ങനെയാണ്? ആക്റ്റീവാണ്. ഇപ്പം ഞാൻ അറിഞ്ഞ ഇച്ചാപ്പി നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. എൻ്റെ കസിനൊക്കെ പറയുന്നിട്ട് പാവമാണ്, ഭയങ്കര കാര്യം സ്നേഹമാണ്, പാട്ട് പാടും, നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും ഇച്ചാപ്പി. എന്താ വലിപ്പമൊന്നും ചെറുപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും അവൾ ഒരു പെണ്ണാണ് ആ വീട്ടിലെ കടങ്ങൾ മൊത്തം തീർത്തതും ആ ഒരു കുടിലിൽ നിന്ന് ആ വീട് അത്രയും ഒരു ഹൈ ലെവലിൽ എത്തിച്ചത്. നമ്മളത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇച്ചിരിയൊക്കെ അഹങ്കാരം കാണിച്ചെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാറൊന്നും പോകുന്നില്ല.
ഈ ഒരു കാര്യത്തിലാണ്. കാരണം ഞാനും ചില കാര്യത്തിലൊക്കെ ഇച്ചാപ്പിക്ക് ഒരു വീഡിയോയിൽ അങ്ങോട്ട് തമ്പലൈൻ അങ്ങോട്ട് ഒരു മോശമായെന്ന് പറഞ്ഞിട്ടുള്ള രീതി ഇച്ചാപ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് പോസിറ്റീവാണ് സംസാരിച്ചത്, തമ്പലൈൻ ഇച്ചിരി മിസ്ലീഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇച്ചാപ്പി നമുക്കെതിരെ സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർ വന്ന് അടി കമൻറ്റൊക്കെ ഇട്ട് മെഴുകുകയൊക്കെ ചെയ്തതാണ്. ഇപ്പം ഈ ഇച്ചാപ്പി ഭയങ്കര ഓവറാണ്. ഭയങ്കര ഓവറെന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കൊച്ചിൻ്റെ രീതികൾ മാറി. ഇപ്പോൾ അവിടെ എല്ലാം തികച്ചെന്നുള്ളൊരു ഭാവമാണ് കാണിക്കുന്നതെന്ന്. പിന്നെ ഇച്ചാപ്പിയുടെ ഫസ്റ്റ് വ്ളോഗിനകത്ത്, അതായത് ചെക്കനുമായിട്ടുള്ളത്, എൻ്റെ വീടിനേക്കാളും എനിക്ക് ഈ ഒരു വീടാണ് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തിട്ട് കുറേ ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയണ്ടേ, അതൊരു നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ചോദിച്ചാൽ അവിടത്തേക്കാളും സമാധാനം ഇവിടെ കിട്ടുമെന്നൊരു പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ആ ഒരു വീട്, ആ ഒരു രീതി അറിയാലോ, അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നത്. അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൊച്ചിൻ്റെ ആക്റ്റീവ് ആണെങ്കിലും അതിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഷ്ടപ്പെട്ട് വളർന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അറിയാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടവരെ ഒന്ന് കയറി എവിടെയെങ്കിലും ഒന്ന് കയറി കിടക്കാനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വന്നിട്ട് ഇവരെ താഴെ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് പിന്നെ അതുപോലെ മാതൃകയും കൂടാണ് ഈ കൊച്ച്. പിന്നെ ഇച്ചാപ്പി റിയാക്ഷൻ ചെയ്തവർക്ക് വേണ്ടി സംസാരിച്ച് എനിക്ക് തോന്നുന്നു പേർലിമാണിയുടെ ഒരു വിഷയം വന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിലായതാണ്, നമ്മളെയൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ ഇട്ട് കൊട്ടുന്ന രീതിയിൽ ഒരു വിഷയം പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് മുമ്പുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് അതിനെ നെഗറ്റീവ് അടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇച്ചാപ്പി ഓവറാണ് എന്നുള്ള രീതിയിലാണ്? ഓക്കെ, പിന്നെ ഓവർ ടീംസ് അത് ഞാൻ വെച്ച് തരാം. വേറെ ആരുമല്ല, നമ്മുടെ പഴയ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇന്നൊരു സൈഡിൽ വെച്ച് തരാം. ഇതൊക്കെ എന്തുവായിരുന്നു സത്യം പറഞ്ഞാൽ ആ സമയത്ത്. ഓവറാക്കി ചളവാക്കി കുളവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഓവറാക്കി ചളവാക്കി കുളവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ മരുമോടെയും കൂടെ തന്നെ നിങ്ങളൊന്ന് നോക്കണം. ഇതൊക്കെ ആ സമയത്ത് എന്താ സ്നേഹം, ഇങ്ങനെ വേണം, ഇതൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ കസിന് ഒരു പെൺകുട്ടിയുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പാന്ന് തോന്നുന്നു. അവിടെ ഇരുന്ന് ഇങ്ങനെ കമ്പയർ ചെയ്യും, ഇതൊക്കെ കാണണം ചേട്ടാ, ഇതുപോലൊക്കെ ആവണം, സെറ്റ് ആവണം, ഫാമിലി എങ്ങനെ വേണം, എനിക്ക് ഇതുപോലെ ഒരു കുടുംബത്തിനെ വേണം, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇതായാലാ ആദ്യം ഇവരടിച്ച് പിരിഞ്ഞപ്പോൾ ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്ത് കണ്ട് ആസ്വദിക്കാൻ പറഞ്ഞു തരാം. ആ സമയത്ത് നീ ഇരുന്ന് ആസ്വദിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ആവണം ഇങ്ങനെ ആവണമെന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. മക്കളെ ആണെങ്കിൽ പോലും അപ്പുറത്തവനെ കണ്ടുപിടി ഇപ്പുറത്തവനെ കണ്ടുപിടി എന്നൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ വീട്ടുകാർ തന്നെ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പരമാവധി. പിന്നെ ഇവരുടെ കുറേ കമൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഈ ബിനീഷിൻ്റെയും വൈഫിൻ്റെയും ഒക്കെ കുറേ കമൻസ് ഒക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ പറയാം, ഒരു 1000 കമൻറ്റിന് വെറും 3 നെഗറ്റീവ് കമൻറ്റേ ഉള്ളായിരുന്നു. അതെടുത്ത് വെച്ചിട്ടാണ് കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തത്. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അവർ ഹാപ്പിയാണ്. ഈ പറയുന്ന ബിനീഷിൻ്റെ അമ്മയാണെങ്കിലും അദ്ദേഹമാണെങ്കിലും ഹാപ്പിയാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ വെച്ച് തന്നത്. ഓക്കെ, അപ്പം ഇതിനെയും ഈ ഇച്ചാപ്പിയും മറ്റേതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാതിരിക്കുക പരമാവധി. ഓരോ ഫാമിലി വ്ളോഗിലും ഓരോ രീതികൾ, ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ, എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന പോലെ ആയിരിക്കത്തില്ല അപ്പുറത്തെ കുടുംബത്തിൽ നടക്കുന്നത്. ഓക്കെ, ഇതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇതുമായിട്ട് മാത്രമേ ചെയ്തേ ഉള്ളൂ. ഇതൊരു കോണ്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓരോരുത്തർ ചെയ്തപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ചെയ്തതേ ഉള്ളൂ. 2-3 വിഷയങ്ങൾ ചെയ്യാൻ കിടപ്പുണ്ട്. അത് മാത്രമായിട്ട് ചെയ്ത് ആൾക്കാരെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് കൂടെ മാത്രമാണ് ജസ്റ്റ് ഇതൊന്ന് ചെയ്തത്. ഓക്കെ, ബൈ ഗൈസ്, ലവ് യു ഓൾ. പിന്നെ ഈ ലുക്ക് എങ്ങനെയുണ്ടേ, കൊള്ളാവോ? എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. വല്ല ബോർ വല്ലതും ആണെങ്കിൽ പറ, നമുക്ക് വല്ല ലെൻസ് എല്ലാം മേടിച്ച് വെക്കാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.